പാര്യത്തുകാവിലെ എറണാകുളം ജില്ലയിലെ ഈ പാര്യത്തുകാവ് എന്ന് പറയുന്ന ആ സ്ഥലത്തെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ്. അവിടെ വിധി നടപ്പാക്കുകയല്ലാതെ സർക്കാരിന് മറ്റു മാർഗമില്ല എന്നാണ് ഹൈക്കോടതി നിരീക്ഷണം. കോടതി വിധിയെ സർക്കാർ അനുസരിക്കുകയാണ് വേണ്ടത്. കുടിയൊഴിപ്പിക്കലിൽ സാങ്കേതികത പറയുകയല്ല വേണ്ടത്. കോടതി വിധിയുടെ ശക്തിയെ ഇല്ലാതാക്കുന്ന നടപടിയാണിത്. ഭൂമിയുടെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ താമസക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. കോടതിയെ സമീപിക്കാത്തിടത്തോളം കുടിയൊഴിപ്പിക്കലിനെ തടയാനാവില്ല എന്നും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറയുന്നുണ്ട്. എറണാകുളം റൂറൽ SP ഹർജിയിലാണ് ഈ നിരീക്ഷണം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു സുരേഷ്, പാര്യത്തുകാവിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വലിയ വിമർശനം നേരത്തെ തന്നെ ഈ കാര്യത്തിൽ CPIM നേരിട്ടതാണ്. 10 വർഷക്കാലം ഭരണത്തിലുണ്ടായിട്ടും അവിടെയുള്ള ആ താമസക്കാരുടെ അവകാശം അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുത്തിട്ടില്ല എന്ന വിമർശനം CPIMന് നേരെ ഉയർന്നിരുന്നതാണ്. ഇപ്പോഴിതാ ഈ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നിരീക്ഷണത്തോളം എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ. നമുക്ക് അവിടെ നിന്ന് ലാൽകൃഷ്ണ ചേരുകയാണ്. ഈ എറണാകുളം ജില്ലയിലെ പാര്യത്തുകാവിൽ നിന്ന് ലാൽകൃഷ്ണൻ, അവിടെ ഇന്നിപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPIMൻ്റെ ജില്ലാ സെക്രട്ടറി സതീഷ് എന്നിവരൊക്കെ സന്ദർശനം നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണവും വന്നിരിക്കുന്നു. അവിടെയുള്ള താമസക്കാരെ സംബന്ധിച്ച് അവരുടെ ആവശ്യത്തിൽ ഒരു തെറ്റുമില്ല. വർഷങ്ങളായി അവിടെ താമസിക്കുന്നവരാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു നിരീക്ഷണം കൂടി വന്നതോടുകൂടി എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്നറിവായിട്ടുണ്ടോ ലാൽകൃഷ്ണൻ? ഈ കോടതിയുടെ പരാമർശത്തെക്കുറിച്ച് ഇപ്പോൾ ഇവിടേക്ക് അറിവ് ലഭിച്ച് വന്നിട്ടേ ഉള്ളൂ. സമരസമിതിയുടെ സമരം ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. ബാധിക്കപ്പെട്ടവരടക്കം ഈ ഭാഗത്തുണ്ട്. ചേച്ചി, കോടതി നിലവിൽ കേസ് പരിഗണിച്ചിട്ട് പറഞ്ഞത് കുടിയൊഴിപ്പിക്കാതെ വേറെ നിവൃത്തിയില്ല, നിങ്ങൾ കോടതിയെ സമീപിച്ചിട്ടില്ല എന്നീ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ വിധിയെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞില്ല? വിധിയെക്കുറിച്ച് ഇപ്പോൾ പറയണേ കേട്ടതായിരുന്നത് ഇപ്പോൾ 2 ആഴ്ച കോടതി സ്വീകരിച്ചിട്ടുണ്ടെന്ന്, പോലീസിന് സാവകാശം കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി നിയമപരമായ നടപടികളിലേക്ക് കടക്കണം എന്നാണ് കോടതി പറയുന്നത്. നമ്മൾ ഇപ്പോൾ അവിടെ പറഞ്ഞതല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. വിധിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ ശേഷം ഇവരുടെ അടക്കമുള്ള ഭൂമിയാണ് ഇവിടെ ബാധിക്കപ്പെട്ടിരിക്കുന്നത്. അവരുടെ നിലപാട് എന്ന് പറയുന്നത് വിധിയെക്കുറിച്ച് കൂടുതൽ അവർക്ക് അറിഞ്ഞു വന്നിട്ടില്ല. മാത്രമല്ല ഇവരെല്ലാം വിധിയുടെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അവർക്ക് കൃത്യമായൊരു പ്രതികരണം ഇപ്പോൾ നിലവിൽ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. സമരസമിതിയുടെ നേതാക്കളടക്കം ഇവിടെയുണ്ട്. കോടതി വിധി വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സമരമായിട്ട് ഇനി മുന്നോട്ട് തന്നെയാണ്. സമരമായിട്ട് മുന്നോട്ടാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം പൂർത്തിയാക്കുന്നവരെയുള്ള സമരം ഉണ്ടാവും. തൽക്കാലത്തേക്ക് കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച്, കോടതി എന്താണ് കാര്യത്തിനകത്ത് പറഞ്ഞിട്ടുള്ള, വിധിക്കകത്ത് പറഞ്ഞിട്ടുള്ളതും പഠിച്ചതിന് ശേഷം സമരം ഏത് രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കും. ഇവരിതുവരെ ഈ പാര്യത്തുകാവിലെ താമസക്കാരായിട്ടുള്ള ആളുകളും കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് ഹർജി കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അതും ചെയ്യും. നിയമപരമായും അതോടൊപ്പം തന്നെ മറ്റ് മാർഗങ്ങളിലൂടെ എല്ലാം ഈ മുദ്രാവാക്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടാവും. അതായത് സമരം നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. സമരം അവസാനിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങൾ ഉന്നയിച്ച മുദ്രാവാക്യം പൂർത്തിയായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ആവശ്യം പൂർത്തിയായിട്ടില്ലല്ലോ. ഇവരെ ഇറക്കി വിടരുതെന്നുള്ള കാര്യത്തിനകത്ത് തീരുമാനമായിട്ടില്ലല്ലോ. ആ തീരുമാനമാകുന്നത് വരെ സമരം ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.